ഗൾഫ് മേഖലയിലേക്ക് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് കോഴിക്കോട് വിമാനത്താവളം വഴിയാണ്. എന്നാൽ സമീപകാലത്ത് അധികൃതരും പ്രമുഖരുമായ പല വിമാന കമ്പനികളും സ്വീകരിക്കുന്ന നയങ്ങൾ മൂലം വളരെയധികം യാത്രാക്ലേശമാണ് പ്രവാസികൾ അടക്കമുള്ള യാത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും കൂടുതൽ വിമാന സർവീസുകൾ ഉൾപ്പെടെ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമായി തുടരുന്നതിനിടയിൽ തന്നെയാണ് ഇരുട്ടടിയായി കോഴിക്കോട്ടേക്കുള്ള ഗൾഫ് എയർ സർവീസ് നിർത്തുന്നുവെന്ന വാർത്ത പുറത്തുവരുന്നത്. ഏപ്രിൽ മുതൽ ഗൾഫ് എയർ കോഴിക്കോട് നിന്ന് സർവീസ് നടത്തില്ലെന്നാണ് റിപ്പോർട്ട്. സർവീസ് നിർത്തിവെക്കുന്നത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിലും മാർച്ച് 29 വരെ മാത്രമേ ഈ റൂട്ടിൽ ബുക്കിംഗുകൾ സ്വീകരിക്കുന്നുള്ളൂ. ഇതോടൊപ്പം തന്നെ കൊച്ചിയിലേക്ക് 4 ദിവസമുണ്ടായിരുന്ന ഗൾഫ് എയർ സർവീസ് ഏപ്രിൽ 6 മുതൽ പ്രതിവാരം 3 ദിവസമായി കുറച്ചു. ഇതോടെ കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിലേക്ക് ദിവസേന ഡയറക്ട് സർവീസുകൾ ഉണ്ടാകുകയില്ല. ഗൾഫ് എയറിന്റെ തീരുമാനം ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാരെയാണ് ബാധിക്കുക. നേരത്തെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഇൻഡിഗോയും കൊച്ചിയിലേക്കുള്ള ഡയറക്ട് സർവീസും അവസാനിപ്പിച്ചിരുന്നു. ദിവസേന സർവീസ് നടത്തിയിരുന്ന ഗൾഫ് എയർ സർവീസ് നവംബർ മുതലാണ് 4 ദിവസമാക്കി കുറച്ചത്. ബഹ്റൈനിൽ നിന്നും കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള യാത്രക്കാർക്ക് വലിയ യാത്രാക്ലേശമാണ് ഈ തീരുമാനത്തോടെ ഉണ്ടായിരിക്കുന്നത്. ഇത് പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നതിന് ഇടയിലാണ് സർവീസ് പൂർണ്ണമായും നിർത്തുന്നത്. സർവീസ് നഷ്ടത്തിലായതുകൊണ്ടല്ല ഇത്തരമൊരു തീരുമാനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ അനുസരിച്ച് ബഹ്റൈൻ കോഴിക്കോട് റൂട്ടിൽ 93-94 വരെ ശതമാനം യാത്രക്കാരുണ്ട്. പല ദിവസങ്ങളിലും ബുക്കിംഗ് ലഭിക്കാറുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് സർവീസ് നിർത്തുന്നതെന്നാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. അതേസമയം കോഴിക്കോട് വിമാനത്താവളം വഴി ഈ വർഷത്തെ ഹജ്ജിന് സംസ്ഥാന സർക്കാർ മുഖേന യാത്ര പുറപ്പെടുന്ന ഹാജിമാരിൽ നിന്ന് ഉയർന്ന വിമാനക്കൂലി ഈടാക്കാനുള്ള എയർ ഇന്ത്യയുടെ നീക്കം തടയണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഹജ്ജ് ചുമതലയുള്ള കേന്ദ്ര ന്യൂനപക്ഷ പാർലമെന്ററി വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിനെ നേരിൽ കണ്ട് ആവശ്യമുന്നയിച്ചതായും അദ്ദേഹം പറഞ്ഞു. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ കൂടി ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാവുന്നതുവരെ ഇടപെടലുകൾ നടത്തും. എയർ ഇന്ത്യ തന്നെ സർവീസ് നടത്തുന്ന കണ്ണൂരിൽ 87,000 രൂപയും സൗദി സർവീസ് നടത്തുന്ന കൊച്ചിയിൽ 86,000 രൂപയും ഈടാക്കുമ്പോഴാണ് കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് 1,25,000 രൂപ വിമാനക്കൂലിയായി ഈടാക്കാൻ ശ്രമിക്കുന്നത്. ഈ വിവേചനത്തിനെതിരെ അടിയന്തര നടപടി വേണമെന്നും സംസ്ഥാനത്തെ 3 എംബർക്കേഷൻ പോയിന്റുകളിലും നിരക്ക് ഏകീകരിക്കണമെന്നും അദ്ദേഹം മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഹാജിമാരോട് നീതിയുക്തമായി ഇടപെടാൻ അടിയന്തര നിർദ്ദേശം നൽകേണ്ടതുണ്ടെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിഷയത്തിൽ ഇടപെടുമെന്ന് മന്ത്രി ഉറപ്പും നൽകി. ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് തീരുമാനത്തിലെത്താൻ കഴിയുമെന്ന് പ്രത്യാശയും പ്രകടിപ്പിച്ചു. വിമാന കമ്പനി അധികൃതർ, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി എന്നിവരുമായി സംസാരിച്ച് ഉചിതമായ തീരുമാനം എടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്.